ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അവങ്ങളെ ഈ പാതിവില തട്ടിപ്പ് കേസിൽ ചിലതിൽ മൂന്നാം പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ടേ ഞാൻ അതിനെ കാണുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്ന, അതായത് ഒരു ജഡ്ജി ആയിരുന്ന അദ്ദേഹം വളരെ വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ ഈ നമ്മളെ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് കൂടാതെ അദ്ദേഹം ഈ ഒരു സാമൂഹ്യ സേവനത്തിന് എപ്പോഴും ഇറങ്ങാൻ വളരെ തൽപരനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ ഇതിനകത്ത് പ്രതി ചേർക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു, എന്താണ് അദ്ദേഹം ഇത് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന് ആകെപ്പാടെ ബന്ധമുണ്ടായിരുന്ന, അടുപ്പമുണ്ടായിരുന്ന ഈ ആനന്ദകുമാർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് ഇതിലെ അതിന്റെ ഒരു ഉപദേശകനായിട്ട് ഇരുത്തി, അഡ്വൈസർ എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഒരു ഉപദേശവും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം രക്ഷാധികാരിയല്ല, പേറ്റൺ അല്ല അതിന്റെ. പിന്നെ ഈ പേറ്റൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പേറ്റൺ ആണെങ്കിൽ പോലും പലരും വന്ന് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ ഇടപെടുന്നെങ്കിലും നല്ല രീതിയിലാണെന്ന് നമുക്ക് തോന്നിയാലും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കും, നമുക്ക് പേറ്റണായിട്ട് വെച്ചോളൂ എന്ന് പറയാം. പക്ഷെ അത് ഇപ്പൊ വളരെ സൂക്ഷിച്ചേ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഞാനത് വളരെ സൂക്ഷിച്ചാ ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് അദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉപദേശകൻ എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. കാരണം നല്ല കാര്യമല്ലേ, ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലൊക്കെ കൊടുക്കുന്നതാണ്. അത് തയ്യൽ മെഷീൻ കൊടുക്കും, മറ്റേത് കൊടുക്കും, പിന്നെ ഈ ലാപ്ടോപ്പ് കുട്ടികൾക്ക് കൊടുക്കും, അതേപോലെ തന്നെ സ്കൂട്ടർ പതിവരയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു സ്കീമാണ് എന്നുള്ളത് കൊണ്ട് ആണ് അദ്ദേഹം അതിനകത്ത് ഉപദേശകനായിരിക്കാം എന്നുള്ളത് ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പണപ്പിരിവ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പ്രശ്നമാണെന്ന്. അപ്പോൾ അദ്ദേഹം അന്നേരമേ അത് പറഞ്ഞു, ഞാൻ ഇതിലില്ല, എന്നെ അതിൽ നിന്ന് അങ്ങ് മാറ്റിയേക്ക്, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് പറ്റിയ ഒരേ ഒരു പാളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് എനിക്ക് ഇതിനകത്ത് സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല എന്ന് ഒന്ന് പറയാമായിരുന്നു. അത്രയും മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു തെറ്റെന്ന് ഞാൻ കാണുന്നത്. അല്ലാതെ വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിനെ അറിയാവുന്നവർക്കറിയാം ആരാണെന്ന്. വളരെ സംശുദ്ധമായ മനസ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. വളരെ നേരെ പോകുന്ന, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ജഡ്ജി ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെയുള്ള ആളാണ്. അപ്പൊ ഇതിനകത്ത് അല്ലെങ്കിൽ അത് വേറെ കാര്യമുണ്ട്, എവരുടെ തെളിവ് എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോ ഈ അനന്തകൃഷ്ണന്റെ മൊഴി അനുസരിച്ച് ഓരോരുത്തരെയൊക്കെ കക്ഷി ഇറക്കുമ്പോൾ അവന്റെ കയ്യിൽ തെളിവുണ്ട്, ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ വല്ലവരുടെയും കാശല്ലേ, അവന് കൊടുക്കുന്നതിന് എന്താ, ആർക്ക് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം, ഇല്ലെങ്കിൽ അതൊന്നും വരുന്നില്ല. അപ്പൊ അതൊന്നും പരിശോധിക്കാതെയും അദ്ദേഹത്തിനെ കണ്ടൊന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു മനസ്സ് കാണിക്കാതെയും പോലീസ് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള ഒരാളെ പിടിച്ച് അങ്ങ് പ്രതിയാക്കുക. അദ്ദേഹത്തിന് എന്തുമാത്രം നാണക്കേട് ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സറിഞ്ഞ ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ദോഷമാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നിയ ഉടനെ അദ്ദേഹം അത് പറഞ്ഞു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞു, അന്നേരം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ച, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം മാറി, എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ട, എന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി വെക്കൂ എന്ന് പറഞ്ഞു. ഇത് ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ്. ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞുള്ള ഒരു ധാരണയിൽ അതിനകത്ത് പെട്ടുപോയി. പക്ഷെ അദ്ദേഹം ആരുടെ നിന്നെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം ആരെങ്കിലും ക്യാൻവാസ് ചെയ്തിട്ടുണ്ടോ? ഇതിനു വേണ്ടി ക്യാൻവാസ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യുന്ന ഒരാളല്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അദ്ദേഹം ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലായിപ്പോയി. ഈ കള്ളന്മാരും എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, യഥാർത്ഥം ഇത് കൊള്ളയാണ് അവിടെ നടന്നേക്കുന്നത്. ഇത് ഈ കേസിനകത്ത് നടന്നേക്കുന്നത്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നവൻ 2 പ്രാവശ്യം നേരത്തെ ജയിലിൽ കിടന്നിട്ടുള്ളവനാണ്. അവൻ ഈ വിശ്വാസ്യത എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇതുപോലുള്ള പ്രശസ്തരായ ആളുകളെയൊക്കെ ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചുകൊണ്ടിരും. രാഷ്ട്രീയക്കാരെ അഫ്കോഴ്സ് പൊക്കോട്ടെ, കാരണം അവർക്ക് അത് വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വരും. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല, ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ വളരെ സംശുദ്ധമാണെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ വാങ്ങിച്ചേക്കുന്നവരെല്ലാം തിരിച്ചു കൊടുക്കണം ഈ പണം. കാരണം ഇത് പാവങ്ങളുടെ പണമാണ്. ഇത് കഷ്ടപ്പെടുന്ന, അതായത് നോക്കിക്കൊണ്ടം
എന്ത് വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഇവൻ നോക്കിയെടുത്തെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഈ സ്ത്രീകളാണ്. അവർക്ക് സ്കൂട്ടർ ഉപയോഗിക്കുന്നത് കൂടുതൽ സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. ഇപ്പൊ പുരുഷന്മാർ ഉപയോഗിക്കുന്നത് സ്കൂട്ടർ ഉപയോഗിക്കും, എന്നാലും കുറവാണ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ കൂടുതൽ. അപ്പൊ അവർ സ്കൂട്ടർ ഉപയോഗിക്കുന്നത്, അവരെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാന്ന് പറയും. ഇവര് മനസ്സിലാക്കുന്നില്ല പകുതി വിലയ്ക്ക് എങ്ങനെ സ്കൂട്ടർ കൊടുക്കും. അപ്പൊ അതിന് കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് CSR ഫണ്ട്, കമ്പനിയുടെ CSR ഫണ്ട്, കമ്പനിയുടെ CSR ഫണ്ട് ഇതുപോലുള്ള കാണുന്ന ഒരുത്തിന് കൊടുക്കാനെന്നുള്ളതല്ല. അതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. 2% മുതൽ 3% വരെയൊക്കെ കൊടുക്കാം. അത് ഇതിനൊന്നും അല്ല കൊടുക്കേണ്ടത്. പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഒക്കുള്ളൂ. അതല്ലാതെ ഇതിനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു പ്രൈവറ്റ് പേഴ്സണ് വേണ്ടി ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് പലരും. കാരണം അയാൾക്കൊരു ഒരു നല്ലൊരു ഇമേജ് അയാൾ ക്രിയേറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, അയാളുടെ അക്കൗണ്ടിലേക്ക് 2 കോടി രൂപ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഈ അനന്തകൃഷ്ണൻ തെളിവ് കൊടുത്തത്. ഇതാണ്. അപ്പൊ അതോടുകൂടി അയാളുടെ ഇമേജ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ആ രീതിയിലായി ഇപ്പൊ അയാൾ വഴിയാണ്, അയാളെ മുൻനിർത്തി ഈ പണി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അയാള് ചുടിചോറ് കുരങ്ങനെ കൊണ്ട്, കുട്ടിക്കുരങ്ങനെ കൊണ്ട് വാരിക്കുമെന്ന് പറഞ്ഞ മാതിരി ഇയാളെ കൊണ്ടും മറ്റവൻ ചെയ്യിപ്പിച്ച പണിയാണ് ഇതൊക്കെ. അയാൾ നടന്ന എല്ലാവരെയും കൊണ്ട് ക്യാൻവാസ് ചെയ്തു. ഇയാൾ പറഞ്ഞതിൽ ഒരുപാട് വരും. പ്രധാനമന്ത്രി അടുത്ത് വരെ ഇവരെ കൊണ്ടുപോയി അയാള് ഫോട്ടോ എടുപ്പിച്ചു. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ പടമൊക്കെ കൊടുക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തെന്നറിയോ, ഇത് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു പ്രോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഒരു പ്രോഗ്രാം, ഈ രീതിയിലൊക്കെ ഉള്ള ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ചെയ്തേക്കുന്ന പണിയാണ്. ചില്ലറക്കാരനൊന്നുമല്ല. അവന് 27-28 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തിനിടയ്ക്ക് ഇതേപോലെ ഇവന്റെയൊക്കെ തലച്ചോറ് ഉപ്പിലിട്ട് വെക്കേണ്ടതാണ്. കാരണം ഇത് കിട്ടത്തില്ല നമുക്ക്. ഇത്രയും ബുദ്ധി ആരെങ്കിലും കാണിക്കും? ഇത് ഈ CSR ഫണ്ട് അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതങ്ങ് പുറത്ത് പറയുമ്പോൾ അന്വേഷിക്കത്തില്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള പണികളെല്ലാം ഒപ്പിച്ചു വെച്ചു. മന്ത്രിമാര് ഓരോന്ന് ഇതിന്റെ വിതരണ ഉദ്ഘാടനമൊക്കെ നടത്തുന്ന മന്ത്രിമാര്, MLA മാര്, ഇവരുമൊക്കെയാണ്. അപ്പൊ ആ രീതിയിലുള്ളപ്പോ ഞാൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ കുറ്റം പറയുന്നില്ല. കാരണം ഇത്തരത്തോളം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇതേപോലെ പറ്റാമെങ്കിൽ അദ്ദേഹത്തിനും പറ്റാമല്ലോ. ഇത് പക്ഷെ അദ്ദേഹം അല്ലെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്ന ആളല്ല. ഇതിനൊന്നും പണപ്പിരിവിന് പോകുന്ന ആളല്ല. പണത്തിനോട് യാതൊരു താല്പര്യമുള്ള ഒരു മനുഷ്യനും അല്ല. എനിക്കറിയാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നു. അങ്ങനെ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഈ രാഷ്ട്രീയ നേതാക്കള് വന്നേക്കുന്നത് കൊണ്ട് ഇതിന് അന്വേഷണം ഒന്നും നേരുവഴിക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ കാരണം ഇവരുടെ എല്ലാം വിവരം വെളി വരുമല്ലോ. വരുമ്പോ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ ഇരുന്നുകൊണ്ട് പറയുന്ന ഞാൻ കേട്ടു, ഞങ്ങളുടെ പാർട്ടി 5 പൈസ വാങ്ങിക്കത്തില്ലെന്ന്. ജില്ലാ കമ്മിറ്റിക്ക് 2 ലക്ഷം രൂപയാണ് അക്കൗണ്ട് വഴി കൊടുത്തേക്കുന്നത്. അപ്പൊ എന്നാ അതങ്ങ് തിരിച്ചു കൊടുക്കട്ടെ ആദ്യം. അപ്പൊ ഇത് എന്നിട്ട് പറയാ ഞങ്ങൾ വാങ്ങിക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ വാങ്ങിക്കാതെ കിട്ടിയത്? നിങ്ങൾ എടുക്കണ്ട. വാങ്ങിക്കുന്നില്ലെങ്കിൽ ആ പണം ഇങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ. ഈ പണം ഇങ്ങ് തിരിച്ചു കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങൾക്ക് കൊടുക്കാമല്ലാതെ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ പാവങ്ങൾക്ക്? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ വാങ്ങിയേക്കുന്നവരെല്ലാം തിരികെ കൊടുക്കണം. ഏത് രാഷ്ട്രീയക്കാർ വാങ്ങിയോ, നിങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് രാഷ്ട്രത്തോട് കൂറുള്ളതാണെങ്കിൽ, ജനങ്ങളോട് കൂറുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പണം തിരിച്ചു കൊടുക്കണം വാങ്ങിക്കുന്നവര്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്.